അരി ആദ്യം ഒന്ന് വെള്ളത്തിലിടണം. 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 1.5 സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ബസ്മതി ലോങ് റൈസ് ആണ്. ഗാർലിക് ഇടുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ പാസ്ലി എല്ലാത്തിലും ഞാൻ ഉപയോഗിക്കും. ഈ ആദ്യ ഡിഷുകൾ ഇതേ തരം ഡിഷുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പാസ്ലി നല്ലതാണ്. കുറച്ച് പെപ്പർ കൂടെ ആഡ് ചെയ്യും. ഇനി ഇതിൽ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഒലിവ് ഓയിൽ, എൻ്റെ സ്വന്തം ബ്രാൻഡ് സഫ്രീനാസ്. ഫിഷ് വാഷിങ്ങിൽ അറിവും. ഈ ഫിഷ് കണ്ടിട്ട് പോയിട്ട് 2 ദിവസമായിട്ട് ഉറക്കം കിട്ടാൻ കിടക്കായിരുന്നു. ഇത് ഉള്ളിലാക്കണം എന്നുള്ള നല്ല സൈസുള്ള സിബ്രീമ പക്ഷേ കട്ട് ചെയ്യാം. മാരിനേഷൻ ജസ്റ്റ് ഫിഷിലേക്ക് ഒഴിച്ച് വെക്കുന്നു. കുറച്ച് നമ്മൾ പിന്നെ ബാക്കി റൈസിലേക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. മീൻ കുക്ക് ചെയ്യാൻ പോവാം. അല്ലോ നേരെ അതിട്ടിട്ട് ഒന്ന് കുക്കാവട്ടെ. ഇതിന്റെ വേവ് ഒക്കെ എങ്ങനെ വരുന്നത്? ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ്. ഇത് വെജിറ്റബിൾ ഒന്ന് വേവിച്ചെടുക്കാനാണ്. പൊട്ടാറ്റോ വേവിക്കാട്ടുണ്ട്. പൊട്ടാറ്റോ സ്ഥിരം സാധനം ഉണ്ടല്ലോ, അതില്ലാത്ത പരിപാടിയില്ല. റൈസ് കുറച്ചിട്ടെന്നല്ലേ, കൂടുതൽ വെജിറ്റബിൾസ് കയറാൻ വേണ്ടിയാണ്. ഈ മീൻ പെട്ടെന്ന് വേവും. അപ്പോൾ ഉടയാതിരിക്കാൻ വേണ്ടി നമ്മളിപ്പോൾ കുറച്ചേ വേവിക്കണുള്ളൂ. നിൻ്റെ കിച്ചൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഓടിയെത്തൂല. ഭയങ്കര സ്പീഡാണ് എനിക്ക് കിച്ചണിൽ. ഞാൻ ഇപ്പോൾ ഇങ്ങനെ സബൂറായി ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ടേ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യണോ? ഇല്ല, അരി വേവട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പിടും. കുറച്ച് ഓയിൽ എപ്പോഴും ഒഴിക്കണം നല്ലതാണ്. അരി വേവിക്കുമ്പോഴേ റൈസൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. പാസ്ലി ഉണ്ട് ബാക്കി. അതും തക്കാളിയായിട്ട് ഒരു ഇതുണ്ടാക്കും, ഒരു മസാല അല്ലേ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട്, ബിരിയാണി മസാല എന്ന് പറയില്ലേ, അതുണ്ടാക്കും. അതാണ് ഇപ്പോൾ ചെയ്യും. തക്കാളി ഇട്ടിട്ട് ഓയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. തക്കാളി ഇട്ട് വഴറ്റുന്നു. ഇനി കുറച്ച് ഗരം മസാല ഇതിലിടാൻ പോവാം. അല്ല, റൈസല്ലേ, കുറച്ച് ഗരം മസാല ഇടുന്നോട്ടെ. കുറച്ച് കുമ്മിന് അരിയിലിടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ ഒനിയനൊക്കെ നല്ല അങ്ങനത്തെ ഒനിയനൊക്കെ ഉപയോഗിക്കാം. മസാലക്കൊക്കെ വേണ്ടിയാണ് മറ്റേ ഒനിയൻ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് നല്ല രസമാണ് കഴിക്കാൻ. ഉള്ളി ഈ ചോറിൻ്റെ കൂടെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് വെന്താൽ നല്ല ടേസ്റ്റാണ്. നമ്മൾ റൈസ് കൊണ്ട് ദമ്മിടുകയാണ്. ഇല്ല, മസാല ഉണ്ട്, അത് കുറച്ചൊന്ന് റൈസ്. കുറച്ച് സുമക് പൗഡർ കൊടുക്കട്ടെ. തല തട്ടോ, തല വെജിറ്റബിൾസ് ഒക്കെ ഞങ്ങൾ കഴിച്ചോക്കട്ടെ. ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റായി തോന്നിയത് ഈ തക്കാളിയില്ലേ, ഈ തക്കാളി ഇതിലിങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഓക്കെ, പഞ്ഞി പോലെ വരുന്ന മീൻ കയ്യൊന്നും കൂടാൻ കേട്ടോ, നല്ല ചൂടുണ്ടാവും. ഇങ്ങനെ കുഴച്ച് ഒരു ഫുൾ